ചെന്ന് എങ്ങനെയൊക്കെയോ ലാഞ്ചി ചെന്ന് അടുക്കുന്നത് ഇത്തരം ആൾക്കാരുമായിട്ടാണ്. അപ്പം നമ്മുടെ ശശിധരൻ മാഷ്, ഷംസുദ്ദീൻ കുട്ടോത്ത് ഒക്കെ അവരായിട്ട് എങ്ങനെയാ അടുക്കുമ്പോഴത്തേക്ക് അവരിലും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എഴുതാൻ. പ്രണയം അപ്പം തിരിച്ചറിയില്ല, പക്ഷെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ പ്രണയമുണ്ട്. പക്ഷെ അത് പറയുന്നില്ല. അല്ല പറയുന്നുണ്ട്. അത് ഞാൻ മാത്രം അറിയുന്ന പ്രണയങ്ങളാണ്. അപ്പം അതില് പിന്നീട് പറയും, പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഏതാണ്ടൊക്കെ കുറച്ച് ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ആയ കാര്യങ്ങളാണ്. അതങ്ങനെ ഒരു വിശ്വാസിയാക്കി തന്നെ. പക്ഷെ അത്രത്തോളം ഒരു ഭയങ്കര അപകടത്തിലേക്ക് പോയില്ല. അങ്ങനെ അമ്മയൊക്കെ തുടങ്ങി വിടുമ്പോഴത്തേക്കും അങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷെ അതുണ്ടായില്ല. അത് ഞാൻ അന്ന് സഞ്ചരിച്ച സമൂഹം, ആ കൂട്ടുകെട്ടും ഒക്കെ തന്നെയാണ്. എങ്കിലും ഹിന്ദിയൊക്കെ പഠിച്ചെടുക്കാൻ പാടാണ്. ഹിന്ദി, ഇംഗ്ലീഷും ഒക്കെ എഴുതലൊക്കെ പാടാണ്. ട്യൂഷനൊക്കെ ഒന്ന് കൂടെയുള്ളവരൊക്കെ ബീഡി ചുരുട്ടല്, വർഷാപ്പ്, അങ്ങനെയൊക്കെ ഉള്ള പണിക്ക് പോകും. പക്ഷെ അതിനേക്കാളും ചന്തം തയ്യലായിരുന്നു. സിനിമയിലെ ഞാൻ ഉണ്ടാവൂലേ, ശരിക്കും അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടില്ലായിരുന്നു. ഞാനതെല്ലാം മതിയാക്കി തിരിച്ച് തയ്യക്കട ഒരു ഞാൻ തീരുമാനിച്ച ശേഷം പിന്നെ ആ ഡയറക്ടറോടത്തുള്ള ആരാധന, ആ സിനിമ, അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടുള്ള ഒരു ആരാധന കൊണ്ട് ഞാൻ മടങ്ങി വന്നതാണ്. ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടും, നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പ്. ഓരോ അങ്ങനെയുള്ള പടം കാണുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ കഥാപാത്രം കണ്ടാലും, അല്ലെങ്കിൽ ചില ഹിന്ദി പടം അമിതാഭ് ബച്ചൻ പോലുള്ളവരൊക്കെ സിനിമ ഉണ്ടല്ലോ, നമ്മൾ അതുപോലെ അങ്ങ് അഭിനയിക്കും. നമ്മൾ ഒറ്റയ്ക്കെങ്കിലും നമുക്കത് കുതിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ദാരിദ്ര്യമില്ല. അപ്പോൾ ഇവരൊക്കെ ഇതിനൊക്കെ പോകുന്നവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ തോന്നി തുടങ്ങി. സിനിമയിൽ ഇങ്ങനെയാണല്ലേ, ദാരിദ്ര്യമല്ലേ എന്നൊക്കെ അവർ വിചാരിക്കില്ലേ. അങ്ങനെയൊക്കെ ആയി. പിന്നീട് അതൊക്കെ അവിടുന്ന് തിരിച്ചു പിടിക്കാൻ പറ്റി. അത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സിനിമ, തമിഴ്നാട് സിനിമയും അവരുമായിട്ട് ചേർന്ന് നമ്മൾ പോകുന്നൊരു കാലമായിരുന്നു. അന്ന് യൂണിയനിലൊക്കെ ചേർന്ന് അത്രയും അതിനെന്തൊരു പ്രത്യേക കഴിവില്ലാത്തവർക്ക് പറ്റില്ല. അങ്ങനെ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു താരങ്ങളെടുത്ത് പോകാനോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാനോ, സിനിമ ഒന്ന് ഷൂട്ടിങ് തന്നെ കാണാനോ അന്ന് അത്രത്തോളം ഒന്നും നാട്ടിലില്ല. അന്നൊക്കെ മദ്രാസിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഒരു സാധാരണ ഒരു തയ്യക്കാരൻ എങ്ങനെ ചെന്ന് പറ്റി എന്നുള്ളതൊക്കെയാണ്. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അതാണ് ഞാനും അത് ആലോചിക്കുമായിരുന്നു. ഇന്ദ്രധനുസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളെല്ലാവരും ഏകദേശം ഇന്ദ്രധനുസ് വായിക്കുന്നുണ്ട്. അതിനകത്ത് പഴയ കുട്ടിക്കാലം, സുഹൃത്തുക്കൾ, വിദ്യാലയം, അധ്യാപകർ, മാതാപിതാക്കൾ, തറവാട്ട്, അങ്ങനെ ഓരോന്നും കൃത്യമായി എഴുതി. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടെ അതിനകത്ത് നമുക്ക് വായിക്കുന്നവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ദ്രധനുസിലേക്ക് എത്തുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീക്കിലികളോ പത്രം അതുപോലെയുള്ള കൂട്ടുകാരൊക്കെ തന്നെയാണ് ആകെ ഇങ്ങനെ ഈ എഴുത്തും വായനയിലൊക്കെ കൊതിപ്പിച്ചിട്ടുള്ളത്. തന്നെയല്ല ഇത്തിരി അറിയാൻ തുടങ്ങിയതും പലതും സ്കൂളിൽ നിന്നല്ല, കൂട്ടുകാരിൽ നിന്ന് തന്നെ. അപ്പം വന്ന് ചെന്ന് എങ്ങനെയൊക്കെയോ ലാഞ്ചി ചെന്ന് അടുക്കുന്നത് ഇത്തരം ആൾക്കാരുമായിട്ടാണ്. അപ്പം നമ്മുടെ ശശിധരൻ മാഷ്, ഷംസുദ്ദീൻ കുട്ടോത്ത് ഒക്കെ അവരായിട്ട് എങ്ങനെയാ അടുക്കുമ്പോഴത്തേക്ക് അവരിലും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എഴുതാൻ വേണ്ടി. അപ്പം പലപ്പോഴും പല ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ചിലതൊക്കെ ശരിയാവാതെ വരുമ്പോൾ നമുക്കറിയാം അതായിരുന്നില്ല ഉദ്ദേശിച്ചതെന്നറിയാം. പക്ഷെ അതെങ്ങനെ പറയണമെന്ന് നമുക്കറിയില്ല, എങ്ങനെ എഴുതി ഫലിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും ശശിധരൻ മാസ്റ്ററിൻ്റെ അടുത്ത് പറയും, നീ ഒരു പെന്നൊക്കെ തന്നിട്ട് നീ എഴുതണം, ഇത് വെച്ചാൽ നീ തന്നെ എഴുതി തുടങ്ങുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറേ നാൾ പോയി. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ DC-ക്ക് ഇങ്ങനെ ഒരു സമയത്തുള്ള തയ്യക്കടകൾ, ബാർബർ ഷാപ്പ്, പലവ്യഞ്ജനക്കട, അതൊക്കെ പേര് മാറി. പിന്നെ എൻ്റെ നിറമൊക്കെ മാറിയില്ലേ, ഭയങ്കരമായത്. അപ്പോൾ ആ ഒരു അടയാളം ആത്മത്വം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഷംസുദ്ദീനെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഷംസു അത് എനിക്ക് നേരവും അധികമില്ല എങ്കിലും ഷംസു തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അവർക്കൊരു സമയമൊക്കെ ആയപ്പം അത് എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കുമായിരുന്നു. അപ്പോഴെനിക്കതിലൊരു സ്പിരിറ്റ് തോന്നി,
നമുക്ക് കുറച്ചുകൂടെ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല അങ്ങനെ പറയാം. അപ്പോൾ ഷംസു നമുക്ക് പറയാം ഇങ്ങനെ, അപ്പോഴാണ് ഇങ്ങനെ ഈ നമുക്ക് എഴുതിയിട്ട് തുടങ്ങാം എന്നൊക്കെ ആർക്ക് കൊടുക്കണം അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. അപ്പോൾ പക്ഷെ ഞാൻ ചേട്ടനോട് ഇരിക്കും, ചേട്ടൻ തന്നെ എഴുതിക്കോണം, ചേട്ടൻ തന്നെ എഴുതണം, എങ്കിലേ ആ ഭാഷയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ തന്നെ അങ്ങനെ സ്വന്തം എഴുതി തുടങ്ങി കൊണ്ട് എത്തിക്കുമായിരുന്നു. പക്ഷെ എഴുതിയത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കത് വായിക്കാനുള്ളൊരു താല്പര്യവും വരുന്നുണ്ട്. എന്ത് രസമായിട്ടാ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഭംഗിയിൽ എഴുതി പോകുന്നുണ്ടല്ലോ. പക്ഷെ ഭയങ്കര ആദിയായിരുന്നു അത് അങ്ങനെയൊക്കെ ആവും എന്ന് പറയുമ്പോഴേ. പക്ഷെ ഇപ്പൊ വായിക്കുമ്പോൾ തോന്നുന്നില്ലേ എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ല. എഴുതിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ പരസ്പരം സഹോദരങ്ങളോ ഭാര്യ ചേച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ പറയാ പോടാ, ഇതൊക്കെ മോശമാവും, അവരാൾക്കാർ എന്തോ വിചാരിക്കും, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ അതിനെ വെള്ളപൂശി എടുക്കാനോ അല്ലെങ്കിൽ ഒന്നുകൂടി നിറം പിടിപ്പിക്കാനോ അതൊരു സ്വരം തരാത്ത കാര്യമല്ലേ. അല്ലെങ്കിൽ അതിന് പോവാതിരിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പലതും പേര് പോലും മാറ്റണ്ട, നമ്മൾ കണ്ടത് അപ്പൊ അന്ന് ഓർക്കുമ്പോഴത്തേക്ക് വേറെ കാഴ്ചയൊന്നുമില്ലല്ലോ, അപ്പൊ കാണുന്നതൊക്കെ തന്നെ ഓർത്ത് പറയാൻ. തിരുവനന്തപുരം ഭാഷ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിലൊക്കെ ഉള്ളൊരു ഭാഷയാണ്. പക്ഷെ ഇതില് ഒരുപാട് പ്രയോഗങ്ങളൊക്കെ കാണുന്നുണ്ട്, വാക്കുകളൊക്കെ പല വാക്കുകളും. അത് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഈ അമ്മ, അച്ഛൻ, അമ്മുമ്മ, ഒരു അമ്മുമ്മയുണ്ട്. കൂടുതലും നമുക്ക് കുഞ്ഞിലെ തന്നെ ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു അമ്മുമ്മയാണ്. നമ്മൾ കുറെയൊക്കെ ഒരു പരന്ന ദേശം അമ്മുമ്മേരെ കഥയിലും അമ്മുമ്മേരെ ശ്ലോകത്തിലും ശകാരത്തിലും ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോകും. അപ്പൊ അത് ഓർത്തെടുക്കാനും ഭയങ്കര പാടായിരുന്നു. പക്ഷെ അതിലോട്ട് ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി തോന്നിയത്. നമുക്ക് ഇപ്പോഴാലോചിക്കുമ്പോഴും എന്ത് രസമായിരുന്നു അപ്പം ആ കാലം. വായിക്കുന്നവർക്കും എന്ത് രസമാണെന്നറിയാം, തിരിച്ചു പോകാൻ പറ്റൂല്ലോ എന്ന് തോന്നുന്നു. അതിനകത്ത് പ്രണയത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല. പ്രണയം ഇനി വരാനിരിക്കുന്ന ലക്കങ്ങളിലാണോ പറയാൻ പോകുന്നത്? പ്രണയം അപ്പം തിരിച്ചറിയില്ല, പക്ഷെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ പ്രണയമുണ്ട്. പക്ഷെ അത് പറയുന്നില്ല. അല്ല പറയുന്നുണ്ട്. അത് ഞാൻ മാത്രം അറിയുന്ന പ്രണയങ്ങളാ. അപ്പൊ അതില് പിന്നീട് പറയും, പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ടൊക്കെ കുറച്ച് ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ആയ കാര്യങ്ങളാണ് ആയിട്ടുള്ളൂ. തുടർന്നുള്ള ലക്കങ്ങളിൽ തീർച്ചയായിട്ടും അത് കാണാന്ന് വിചാരിക്കുന്നു. വൺവേ ആയിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്താണ് ഈ പ്രണയത്തിനോടൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? അതൊരു ഭയങ്കര പ്രതീക്ഷയല്ലേ അല്ലേ നമുക്ക് എന്തിനോടായാലും. അങ്ങനെ ഒരു പ്രണയമില്ലെങ്കിൽ പിന്നെ വലിയ ഒരു ഭയങ്കര വരൾച്ചയായി പോകും എല്ലാത്തിലും. എങ്ങനെയായാലും പല രീതിയിലുണ്ടാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ഇണയോട് ആകർഷിക്കുന്ന പ്രണയവും അതൊരു രീതിയിൽ അങ്ങനെയുള്ള. അപ്പൊ അത് എല്ലാത്തിനോടും ഉണ്ടാവും തോന്നുന്നു എനിക്ക്. എല്ലാത്തിലും ഉണ്ടാവും. ആൺകുട്ടികൾ വേണമെന്ന് വിചാരിച്ചിട്ട് നേർന്നുണ്ടായ കുട്ടിയാണ്. പക്ഷെ 12 വയസ്സ് വരെ ഈ മകന് ആയുസുള്ളൂ എന്നൊരു ജ്യോത്സ്യം നോക്കി പറയുന്നു. ഇപ്പൊ 68 വയസ്സായി. ഇപ്പോഴും അന്ന് വ്രതം നോൽക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയൊക്കെ ചെയ്തു അതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഈ സൂര്യ നമസ്കാരവും വ്രതം നോൽക്കലും ഒക്കെ തുടരുന്നുണ്ടോ? അതങ്ങനെ ഒരു വിശ്വാസിയാക്കി തന്നെ. പക്ഷെ അത്രത്തോളം ഒരു ഭയങ്കര അപകടത്തിലേക്ക് പോയില്ല. അങ്ങനെ അമ്മയൊക്കെ തുടങ്ങി വിടുമ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോയണ്ടോ. പക്ഷെ അതുണ്ടായില്ല. അത് ഞാൻ അന്ന് സഞ്ചരിച്ച സമൂഹം ആ കൂട്ടുകെട്ടും ഒക്കെ തന്നെയായിരിക്കും. അതിന്റെ പരിധിയൊക്കെ നിശ്ചയിച്ചു തന്നു എനിക്ക് ദൈവത്തിന് എത്രത്തോളം, നമ്മളെത്രത്തോളം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയതുണ്ട്. എങ്കിൽ ആ ഒരു വിശ്വാസം എന്തോ ഒരു നമ്മള് ഒരു തപസ് പോലെ തന്നെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നിരന്തരമായിട്ട് അതിലേക്ക് ചെന്നെത്തും തോന്നുന്നു. ദൈവത്തിനെ കൂട്ടായിട്ട് പിടിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു അതുപോലെ കൃത്യന്തരമില്ലാതെ വരുന്നൊരു സമയമുണ്ട്. പലപ്പോഴും അറിയാതെ ദൈവത്തിനെ വിളിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊന്നൊരു ശ്വാസം നേരെ ഒന്ന് വീഴുമ്പോഴത്തേക്ക് കേട്ടു ഇല്ലേ, അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടോ പോലെ തോന്നുന്നു. അങ്ങനെ ചെറുപ്പകാലം ആയതുകൊണ്ടും പക്ഷെ ഒരു അധിക മതവിശ്വാസവും അങ്ങനെയുള്ള ഒരു ആചാരങ്ങളിലും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല അങ്ങനെ അതെനിക്ക് വലിയ വലിയ ആൾക്കാരുടെ പുസ്തകങ്ങളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ കിട്ടിയത് തന്നെയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം എല്ലാവർക്കും ആവുന്നു നല്ലതാ, പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നൊരു നമുക്ക് മുൻപേ സഞ്ചരിച്ചവരെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദോഷവുമില്ല. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വരുന്നു.
വീട്ടിലെ ചുറ്റുപാടും എല്ലാം കൊണ്ടും. പക്ഷെ പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ ബാക്കിയാണോ ഈ 2024 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത്? അതൊരു മതി. പക്ഷെ അവിടെ പിന്നെ ഒരു കടമ്പ കൂടെ ഉണ്ട്, 7ാം ക്ലാസ് കൂടെ എഴുതണം. അതെയോ? അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ വാങ്ങിച്ചു വെച്ചു, അതുപോലും ഞാൻ പഠിച്ചില്ല. അപ്പൊ ഇനി ഞാനിപ്പോ ഇതെനിക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുമല്ലേ. ഇതൊന്നങ്ങോട്ട് എനിക്ക് ഇതിനങ്ങോട്ട് എഴുതി തീർക്കണം. അതെ, പഠനം തുടങ്ങിയില്ല. അപ്പം 10ാം ക്ലാസ്സിന്റെ ഇല്ല, തുടങ്ങിയില്ല. 7 ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജോലി നടക്കണം. പിന്നെ വരുന്ന സിനിമ, അതിനെക്കുറിച്ചും പഠിക്കണം, അതിലും നിൽക്കണം. എന്നാലും എഴുതുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ പഠിക്കണം. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റാത്തവരെ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാലോ. അതെ, അതൊരു ആഗ്രഹമായിട്ട് മനസ്സിലുണ്ടായിരുന്നോ? അത് പിന്നെ തോന്നിയതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന കണ്ടു. അപ്പോഴേ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. എങ്കിലും ഹിന്ദിയൊക്കെ പഠിച്ചെടുക്കാൻ പാടാ. ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ എഴുതലൊക്കെ പാടാ. ട്യൂഷനൊക്കെ വെച്ചാൽ മതി. പഠനം നിർത്തിയിട്ട് അമ്മാവൻ്റെ കടയിൽ തുന്നൽ ജോലിക്ക് പോകുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വസ്ത്രാലങ്കാരത്തിലേക്ക് എത്തുന്നുണ്ട് സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് അഭിനേതാവായിട്ടും മാറുന്നു. ഇന്നിപ്പം മികച്ച നടനുള്ള അവാർഡ് വരെ കരസ്ഥമാക്കി. പക്ഷെ ഇപ്പോഴും തുന്നൽക്കടയിൽ പോവുകയും എന്തെങ്കിലുമൊക്കെ ഒരു തയ്ക്കാൻ മോഹം തോന്നുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. തുന്നലിനോട് അത്രയും ഇഷ്ടമായിരുന്നു? അത് ഒരു ഭയങ്കര, ഞാൻ 4ാം ക്ലാസ് ആദ്യം പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പിന്നെ 1 4 ചേർക്കുമായിരുന്നു. ഒരു കൊല്ലം കൂടെയൊക്കെ കഴിഞ്ഞു വെറുതെ നിന്നിട്ട്. അപ്പോഴും നല്ല മാർക്കോടെ ജയിച്ചു. പക്ഷെ അതിന് മുൻപ് തന്നെ എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടം തോന്നി. തയ്യക്കടയിൽ ചെന്ന് അവരുടെ മെഷീനിൽ കറങ്ങണവും, ഒരു കടയിൽ ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്ക് തിണ്ണെ ചെന്ന് നോക്കി ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് രസമായിരുന്നു, എൻ്റെ താളവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ആവേശം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അതിലോട്ട് പോകണമെന്ന്. പിന്നെ അടുത്ത സ്കൂൾ തുറപ്പ് സമയമായപ്പോഴത്തേക്കും ഒരു തീയായി. അയ്യോ, അപ്പം അത് തീർന്നോ, ഇനി പറ്റൂല എന്നുള്ളൊരു തോന്നല്. തുന്നലിനോടൊരു ഇഷ്ടം വരാനുള്ള കാരണം എന്തായിരുന്നു? ഇങ്ങനെ പോയി കണ്ടിരുന്നിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ഇഷ്ടമാണോ? അതെനിക്ക് തോന്നുന്നു, നല്ല തുണിയും അതിൻ്റെ നിറവും കുപ്പായൊക്കെ കണ്ട്, പിന്നെ അത് ചെയ്യുന്നവർ നമ്മൾ ചെറുതിലേക്ക് തോന്നുന്ന എന്തിനെങ്കിലും തോന്നുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കുഞ്ഞു മക്കളുടെ അടുത്ത് എന്താവണമെന്ന് വെച്ചാൽ മറ്റേ JCBയിലേക്ക് പ്രവർത്തനം കണ്ടിട്ട് അതിന് ഡ്രൈവർ ആവണമെന്ന് പറയുന്ന പോലെ അന്ന് എനിക്ക് ഭയങ്കര ഗമ തോന്നിയത്. മേശരി അളവെടുക്കുന്നു, അയാളുടെ ജോലിയുടെ ഒരു തലയെടുപ്പും. അന്ന് കൂടെയുള്ളവരൊക്കെ ബീഡി ചുരുട്ടല്, വർഷാപ്പ്, അങ്ങനെയൊക്കെ ഉള്ള പണിക്ക് പോകും. പക്ഷെ അതിനേക്കാളും ചന്തം തയ്യലായിരുന്നു. ഉർവശി, സുകുമാരി, KPC ലളിത, പ്രേം നസീർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ മലയാളത്തിൽ ഒരുവിധം മികച്ച അഭിനേതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് വസ്ത്രാലങ്കാരം നടത്തിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതൊരു തരിപ്പിൽ ഒതുങ്ങുന്നതാണ്. പെട്ടെന്ന് നസീർ സാറിനെ അടുത്ത് കാണുക, ജയഭാരതി ചേച്ചിയെ കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ആ തയ്യക്കാരന് കിട്ടുന്ന സമ്മാനങ്ങളാണ്. നമുക്കങ്ങനെ ഒരു താരങ്ങളെടുത്ത് പോകാനോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാനോ, സിനിമ ഒന്ന് ഷൂട്ടിങ് തന്നെ കാണാനോ അന്ന് അത്രത്തോളം ഒന്നും നാട്ടിലില്ല. അന്നൊക്കെ മദ്രാസിലൊക്കെ അല്ലേ. അങ്ങനെ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഒരു സാധാരണ ഒരു തയ്യക്കാരൻ എങ്ങനെ ചെന്ന് പറ്റിയെന്നുള്ളതൊക്കെയാണ്. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഞാനും അത് ആലോചിക്കുമായിരുന്നു. നമ്മള് നാട്ടിലെല്ലാം നാടകം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാടകം കൊതിപ്പിച്ചതാണ്. പിന്നെ അതിങ്ങനെ തയ്യല് വളർന്ന് തയ്യക്കടയെ തുടങ്ങി. അതിനിടയ്ക്ക് ഈ നാടകത്തിന്റെ മോഹമാണ് ചില സിനിമയ്ക്കും ഉള്ള അന്വേഷണം. അഭിനയിക്കാനെന്ന് പറയാൻ ധൈര്യമില്ല, അതിനുള്ള രൂപമല്ല. എങ്കിലും തയ്ക്കാനുള്ള ഒരു അവസരമൊക്കെ തേടി പിടിച്ചത് അങ്ങനെ. അപ്പൊ ആദ്യ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ചേട്ടൻ നാടകവും ക്ലബ്ബും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ്. ആള് മെരിലാൻഡിൻ്റെ ഒക്കെ അന്നത്തെ പുരാണ പടങ്ങളിലൊക്കെ ഗ്രൂപ്പിലും സുഗ്രീവനും ഒക്കെ അഭിനയിക്കാൻ കുറേ ചെറുപ്പക്കാർ പോലും. അങ്ങനെ ഒരാൾ അതിൻ്റെ കൂടെ കടന്നുകൂടിയിട്ട് ഒരു മേക്കപ്പ് മാൻ്റെ അസിസ്റ്റൻ്റായി. അപ്പോൾ ആളും അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തിട്ടാണ് ഇങ്ങനെ സഞ്ചരിച്ചത്. അപ്പോൾ ആ പരിചയം വെച്ചിട്ടാണ് ആളുടെ ഒരു കൂട്ടുകാരൻ കോസ്റ്റ്യൂമർ ഇങ്ങനെ തയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ള രീതി വന്നിട്ട്
അയാളോടൊപ്പം ചേർന്നത്. അങ്ങനെ തയ്ക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് വേഷങ്ങൾ തയ്ച്ചു കൊടുത്തല്ലോ. അതിൽ അവരിട്ട് കാണുമ്പം സന്തോഷം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് പറയാൻ പറ്റും? എല്ലാം ഭയങ്കര സന്തോഷമാണ്. എല്ലാം വെച്ചാൽ ആദ്യ സിനിമ പോലെ നമുക്ക് നമ്മളാണ് ചെയ്തു കൊടുത്തതെങ്കിൽ പിന്നെ ഉറക്കവും കാണൂല, വിശപ്പും ഉണ്ടാവില്ല. രാത്രി കിടക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മളെ കഥാപാത്രം ഒരു സ്റ്റില്ല് കാണുമ്പോൾ ഇതേത് പടത്തിൽ ഇത് ഞാൻ തയ്ച്ചതാണല്ലോ ഇങ്ങനെ തോന്നും. സിനിമയിൽ അത് കാണുമ്പോഴുള്ളൊരു ഭയങ്കര നല്ല ഇതല്ലേ. അപ്പിക്കാറും അതൊക്കെ നല്ല കോമ്പിനേഷനും പരാതിയില്ലെങ്കിൽ അവർക്ക് ആരാ കോസ്റ്റ്യൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ നല്ല ഇങ്ങനെ പറയും. ഇല്ലെങ്കിൽ അവിടെ ചർച്ച ചെയ്യുമ്പോഴേ ആദ്യം മേക്കപ്പ് ആരും കോസ്റ്റ്യൂം ആരെന്ന് അവരെ ആർട്ടിസ്റ്റുകളെ അന്വേഷിക്കുക. കാരണം എപ്പോഴും അവരുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നതാണ്. അവരെ ശരീരത്ത് ഒന്ന് സ്പർശിക്കുകയോ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂമർ, അപ്പം അത് ഒരുപാട് അവരെ വല്ലാതെ മൂഡ് ഔട്ട് ആക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ഇപ്പോഴൊന്നും അത്രത്തോളം ശ്രദ്ധിക്കണല്ലോ. അന്ന് അവരങ്ങനെ അന്ന് എല്ലാവരും ആരെന്ന് അറിഞ്ഞാൽ അവർ ഭയങ്കര ഭയങ്കര അവരെ പേഴ്സണലായിട്ടൊരു ബന്ധമുണ്ട്. അത് ശരീരത്തിൻ്റെ തന്നെ ചില പാകപ്പഴകൾ വരെയും പരിഹരിക്കാൻ തയ്യക്കാരന് അറിയാൻ പറ്റും. അന്നൊക്കെ അങ്ങനെ ഒക്കെ ഒരുപാട് അങ്ങനെ അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടോ കുറെ? ഒരു ചിരി അത് തന്നെയല്ലേ ഭയങ്കര ഇതല്ലേ, തൃപ്തിയല്ലേ. ഈ വേഷം പലപ്പോഴും നമ്മുടെ ഒരു ക്ലാസ്സും കൂടെ അതിൻ്റെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഒരു അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പം അവർക്ക് ഇന്നൊരു വേഷം, പിന്നെ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊരു വേഷം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ അന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് വേഷങ്ങൾ ചെയ്യുമ്പം? അത് ഡയറക്ടർമാർക്കുണ്ട്. ചിലർക്ക് നിറങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് നിറം പിടിപ്പിക്കണം, ദാരിദ്ര്യമായിരിക്കാം പക്ഷെ നിറത്തിന് കുറവ് വരുത്തണ്ട എന്ന് കരുതുന്നവരുണ്ടല്ലോ. അപ്പം കാഴ്ചക്കുണ്ടാവുന്ന മെറ്റീരിയൽ, അവർക്ക് വേണ്ടുന്ന ഫാഷൻ, അതൊക്കെ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുമെങ്കിലും അവിടെ നമുക്ക് ഇച്ചിരി ഒന്ന് നിറം പിടിപ്പിക്കണം. പിന്നെ ഒരു കമ്പോസ് ചെയ്യലല്ലേ, ഒരു ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവിടെ വരുന്ന ആർട്ട് ഡയറക്ടറും ക്യാമറമാൻ്റെ ലൈറ്റും ഒക്കെ പൊരുത്തപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കഥാപാത്രങ്ങളും യോജിച്ച നിറങ്ങളായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച് ഒത്തിരി മനസ്സ് വെക്കാമെങ്കിൽ നല്ലതാക്കാം. ഇപ്പോൾ ഒരുപാട് ഡള്ളാണ്, ഒത്തിരി ദാരിദ്ര്യമൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നിറത്തിലുമൊക്കെ അങ്ങനെ പോവേണ്ടി വരും. അപ്പം അവിടേക്ക് നമുക്ക് സംവിധായകൻ്റെയോ ക്യാമറമാൻ്റെയൊക്കെ ഒരു ഇഷ്ടം കൂടെ നോക്കി അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത്. അത് പലപ്പോഴും നമുക്ക് നല്ല പേര് കിട്ടുന്നത് അവരുടെ പ്രവൃത്തിയും കൂടെയൊക്കെ വരുമ്പോഴാണ്. നമുക്കായിട്ട് കയറി കളിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുന്ന സോങ്ങിലൊക്കെയാണ്. അത് ചിലപ്പോൾ ഡാൻസ് മാസ്റ്ററൊക്കെ ചേർന്നിട്ട് നല്ല ഗിമിക്കൊക്കെ കാണിക്കാം. ഈ നിറങ്ങളെ പറഞ്ഞപ്പോഴാണ് പത്മരാജനാണ് നിറങ്ങളോട് ഭയങ്കര നിറങ്ങളൊക്കെ വസ്ത്രത്തിൽ കൊണ്ടുവരണം, കൂടുതൽ കളർഫുൾ ആക്കണം എന്നൊക്കെ ഉള്ള പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പത്മരാജനോടൊത്തുള്ള ഒരു കാലം അത് ഞാൻ പിന്നെ സിനിമയിലെ ഞാൻ ഉണ്ടാവൂലേ, ശരിക്കും അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മതിയാക്കി തിരിച്ച് തയ്യക്കട ഒതുങ്ങാൻ തീരുമാനിച്ച ശേഷം പിന്നെ ആ ഡയറക്ടറോടത്തുള്ള ആരാധന, ആ സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടുള്ള ഒരു ആരാധന കൊണ്ട് ഞാൻ മടങ്ങി വന്നതാണ്. ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടും, നമുക്ക് വാർക്കാം മുന്തിരിത്തോപ്പ്. അപ്പം അതോടുകൂടിയാണ് പിന്നെ നല്ല കോസ്റ്റ്യൂമറാണെന്നും പത്മരാജന്റെ കോസ്റ്റ്യൂമർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് വേറെ ഡയറക്ടർമാർ വിളിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. പിന്നെ നിറം പിടിച്ചത് ഒരുവിധം ഇത് നല്ലതാണ്, നമുക്ക് ജീവിക്കാൻ ഉപജീവനത്തിനും കൂടെ ഇത് ഉതകുമെന്ന് പിന്നെ വന്നത് സാറിലൂടെ പോയ ശേഷം. അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തിയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വരുമാനം കുറവായിരുന്നോ? അങ്ങനെയാണ്, അന്നൊക്കെ അങ്ങനെയാണ്. വേറെ ചോദിക്കാനും അങ്ങനെ ഒരു ഇപ്പോഴത്തെ പോലെ യൂണിയനും കാര്യമൊന്നും ഇല്ലല്ലോ. എന്താണോ തരുന്നത് അത് വാങ്ങാന്നുള്ളത്. കിട്ടലൊക്കെ കണക്ക് തന്നെ. പിന്നീടോ ഈ ഇപ്പം പത്മരാജനൊപ്പം ചെയ്തു തുടങ്ങി പിന്നെ ആ ഒരു വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയതിനു ശേഷം ഈ ഒരു പ്രതിഫലം എങ്ങനെയാണ് കൃത്യമായിട്ട് കിട്ടിയിരുന്നു? ചോദിക്കാനുള്ള ധൈര്യം വന്നു ഒന്ന്, എന്നിട്ട് കിട്ടണമെന്നില്ലെങ്കിൽ പോലും മോശമല്ലാതായിപ്പോയി. അത്രയും അങ്ങനെ വീട്ടുകാർ അങ്ങനെ കളിച്ച് കിടക്കേണ്ട എന്തൊരു വൃത്തികെട്ട പണിക്കാണ് പോകണമെന്നൊക്കെ അവർക്ക് തോന്നാൻ തുടങ്ങി. ദാരിദ്ര്യമില്ല, അപ്പോൾ ഇവരൊക്കെ ഇതിനൊക്കെ പോകുന്നവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ തോന്നി തുടങ്ങി. സിനിമയിൽ ഇങ്ങനെയാണല്ലേ, ദാരിദ്ര്യമല്ലേ എന്നൊക്കെ അവർ വിചാരിക്കൂലേ. അങ്ങനെയൊക്കെ ആയിപ്പോയി. അത് പിന്നീട് അതൊക്കെ അവിടുന്ന് തിരിച്ചു പിടിക്കാൻ പറ്റി. അത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സിനിമ തമിഴ്നാട് സിനിമയും അവരുമായിട്ട് ചേർന്ന് നമ്മൾ പോകുന്നൊരു കാലമായിരുന്നു. അന്ന് യൂണിയനിലൊക്കെ ചേർന്ന് അത്രയും
അതിനെന്തൊരു പ്രത്യേക കഴിവില്ലാത്തവർക്ക് പറ്റില്ല, അങ്ങനെ ആയിരുന്നു അത്. പിന്നെ ഇപ്പോൾ എന്തോ അതിന് ശേഷമൊക്കെ നമ്മൾക്ക് പടങ്ങൾ ഒരുപാടുണ്ട്, വേണമെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ഒരു ഒരു സ്ഥാനവും കിട്ടി, ഉറപ്പിക്കാൻ പറ്റി. അതുകൊണ്ടാണ് പിന്നീട് അത് നമുക്ക് ദോഷമില്ലാതെ 100-ലധികം സിനിമകൾക്ക് വസ്ത്രാലങ്കാരം നടത്തിയിട്ടുണ്ട് അല്ലേ? 110 അടുപ്പിച്ച് ഞാൻ മതിയാക്കുന്നത് വരെ. എങ്കിലും ആ ബാൻഡിലെ ആളെയും നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ജയൻ അപ്പച്ചിരുമ കസിന ആള് ഇപ്പോഴും തുടരുന്നുണ്ട്. വസ്ത്രാലങ്കാരം ചെയ്തിട്ട് പിന്നെ ഇടയിലൊന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടായിരുന്നു? അത് വീട്ടിലിപ്പോൾ ഒരു മര്യാദയ്ക്കൊരു തയ്യക്കാരന് ദിവസം എത്ര കിട്ടും, അപ്പോൾ അത് നോക്കിയായിരിക്കും വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോഴും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചിലയിടത്ത് തരം വരട്ടെ, ഇപ്പോൾ എല്ലാവരും വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. നമ്മൾ നോക്കും 1 മാസം അതിൽ കൂടുതലൊക്കെ ആവും, എങ്ങനെ വീട്ടിൽ കയറി ചെല്ലും എന്നൊക്കെ വിചാരിക്കും. അഭിനേതാക്കൾക്കൊക്കെ കൃത്യമായിട്ട് പ്രതിഫലം കൊടുത്തിട്ടുണ്ടാവല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു അങ്ങനെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ അതുമൊക്കെ അന്നൊക്കെ എല്ലാവരും ഒരു നിറം മാത്രമേ ഉള്ളൂ പലരും. പ്രതിഫലം കുറവാണ് അല്ലേ? വസ്ത്രാലങ്കാരത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് എത്തുന്നു. ആദ്യ സിനിമയിൽ തന്നെ ഞാൻ അഭിനയിച്ചു. തുടക്കത്തിൽ 3-4 പടമൊക്കെ അങ്ങനെ ചെയ്തു. പിന്നീടാണ് നമ്മളിതൊക്കെ അങ്ങ് നിർത്താമെന്ന് വെച്ചാൽ ആ ഒരു സ്പിരിറ്റിലാണ് ഇതിൻ്റെ കൂടെ പോകുന്നത്, പുറകെ നടക്കുന്നത്. അപ്പോൾ നാടകവും ചിലതും കൈവിട്ട് പോകുന്നു. എന്നാൽ പിന്നെ ഒതുങ്ങി എവിടെയെങ്കിലും തയ്യക്കടയും ഇട്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ നമ്മുടെ ജീവിതവും നന്നാവും, നാടകവും ഒക്കെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ പിന്നെ മതിയാക്കിയതാ. ഒരു ഇതൊക്കെ അറിഞ്ഞു, ഇനി ഇത്തിരി എല്ലാം റെഡിയാവട്ടെ, വയസ്സായാലും നമുക്ക് അഭിനയിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒതുങ്ങിയതാ. അന്നേരമാണ് ശരിക്കും ഇന്ദ്രൻസ് എന്ന പേരിൽ തന്നെ ഒരു തയ്യക്കടയൊക്കെ തുടങ്ങിയ സമയം. അപ്പോഴാണ്. അതിന് മുമ്പ് കടയുണ്ടായിരുന്നു, പലതും പൊളിഞ്ഞു പോകും, ഇതേപോലെ നടന്ന നാടകത്തിന് പുറകെ കിടന്നു, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒതുങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെ മുൻ പരിചയം വെച്ചിട്ട് സുരേഷ് ഉണ്ണിത്താൻ എന്നൊക്കെ പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ പത്മരാജൻ സാറിൻ്റെ, അപ്പോൾ തിരുവനന്തപുരത്തുകാരായ ആരെങ്കിലും അടുത്തുള്ളവർ സാറിൻ്റെ സൗകര്യത്തിന് വെളിപ്പുറത്തുള്ളവർ കിട്ടിയ സൗകര്യം, അപ്പോൾ തയ്യൽ അറിയാവുന്ന ഒരാളെ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിപ്പിച്ചതാണ്. ചെന്നു പിന്നെ അതും സാറിൻ്റെ അടുത്ത്, സാറിന് നമ്മളിങ്ങനെ സാറിൻ്റെ സിനിമ കാണുമ്പോൾ അതിലെ നായകനേക്കാളും കൂടുതൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടുള്ള ഡയറക്ടറാണ് പത്മരാജൻ സാർ. സാറും കാണാൻ ഭയങ്കര സ്റ്റൈലല്ലേ, അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ആവേശവും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും. സാറങ്ങനെ അധികം സംസാരിക്കൊന്നുമില്ല. ഞാനും സാറിന് ഒരു അധ്യാപകനെ പോലെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. അധികം എത്രയോ സിനിമ കണ്ടിട്ടും അങ്ങനെ ഒരുപാട് അടുത്തിട്ടൊന്നുമില്ല. സാറിന് അറിയാം, ആവശ്യത്തിന് വിളിച്ച് രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ അതുപോലെ ചെയ്തു പോകുന്ന സിനിമയിലെ ഒരു നിറം വെച്ചൊക്കെ സാറിൻ്റെ പടം ചെയ്തപ്പോൾ ആദ്യമൊക്കെ സാറ് ഇതാർക്കാ ഇത് ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചിട്ട് ഒന്ന് ചിരിക്കും. അപ്പം മനസ്സിലായി എവിടെയൊക്കെ പാളിയിട്ടുണ്ടെന്നറിയാം. പിന്നെ അദ്ദേഹം വിളിച്ചു, ആ ക്യാരക്ടർ എൻ്റെ സ്വഭാവം ഇത്, അപ്പോൾ ഇത്ര നിറം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറയും. അപ്പോൾ അതിന് ഇത്രയും ഗൗരവമുള്ളൊരു പണിയാണെന്നൊക്കെ നോക്കേ ഭയങ്കര ആളുടെ എഴുത്ത് പോലെ തന്നെ എല്ലാം ഇഴചേർന്ന് പോകുന്നതാണ്. കുറേ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു ഈ വസ്ത്രാലങ്കാരം ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രദ്ധേയമായ വേഷം കിട്ടുന്നത് മേലെപ്പറമ്പിലാണ്, വീട്ടിലെ വേഷത്തോടു കൂടിയാന്ന് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് അല്ലേ? അല്ല, അതിന് മുൻപ് ആദ്യമൊക്കെ ഒരു വീക്കിലിയിലൊക്കെ പടമൊക്കെ വരുന്നത് മാലയോഗം, ഇന്നസെറ്റിൻ്റെ കൂടെ ക്യാരക്ടർ, പിന്നെ ധനം, സാറിൻ്റെ ആധാരം, അങ്ങനെയൊക്കെ കുറച്ച് പടങ്ങളുണ്ട്. അതിനുശേഷം തന്നെ രാജസേനൻ്റെ തന്നെ അയലത്ത് അദ്ദേഹം ചെയ്തു. അതിന് ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ നമുക്ക് ടി വി ചാനലൊക്കെ വന്നു. ദൂരദർശൻ സീരിയൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയപ്പം 14 എപ്പിസോഡുള്ള ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിൻ്റെ ഒപ്പമാണ് മേലെപ്പറമ്പിലാണ് വീട്ടിലെ ഒരു കുഞ്ഞ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പറ്റി. അത് ശരി. എനിക്കൊന്ന് ആളുകള് ഇന്ദ്രൻസ് എന്നൊരു നടനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആ ഒരു ക്യാരക്ടർ. അവര് ആ സീരിയലിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് ആ ഡയറക്ടറും ആ പ്രൊഡ്യൂസറും ഒക്കെ ആ ഒരു ഇതിലാണ് അടുത്ത പടത്തിൽ എന്നാ സുരേന്ദ്രന് നല്ല ക്യാരക്ടർ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് CID ഉണ്ണികൃഷ്ണനിൽ ആ ക്യാരക്ടർ തരുന്നത്. ഈ സുരേന്ദ്രൻ എന്നുള്ള പേര് മാറുന്നത് എപ്പോൾ മുതലാണ്? അത് പത്മരാജൻ സാറിന്റെ എനിക്ക് തോന്നുന്നു തൂവാനത്തുമ്പിയോ മുമ്പെടുത്ത് ഏതോ വരുമ്പോഴത്തേക്കാണ് അതൊരു സുരേന്ദ്രൻ തന്നെ, സ്പടിയത്തിലും ഒക്കെ സുരേന്ദ്രൻ തന്നെ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് അന്ന് സാബു കൊളോണിയ ആദ്യമായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നൊരു പടം. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, തയ്യക്കടയുടെ പേര് ഇങ്ങനെയാണ്,
അപ്പോൾ അതിനു മുമ്പ് മദ്രാസിലേക്ക് പോയി വന്നുകൊണ്ട് സിനി ടൈലേഴ്സ് എന്നൊക്കെ വെച്ചു. സാറിൻ്റെ പറഞ്ഞു ആ സാബുവിൻ്റെ അടുത്ത് പറയും അങ്ങനെ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പടം മുതല ഇന്ദ്രൻസ് എന്ന് പറഞ്ഞു വരുന്നു. അത് ശരി. ആദ്യകാലങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോഴൊക്കെ ചെറിയ റോളിലൊക്കെ അഭിനയിക്കുമ്പം വിചാരിച്ചിരുന്നോ എനിക്ക് കിട്ടും? ഒരു പ്രതീക്ഷയാണല്ലോ നമുക്ക്, അതിനു വേണ്ടിയിട്ടാണല്ലോ സിനിമേൻ്റെ വസ്ത്രാലങ്കാരമൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് പോയി അവിടെ ചുറ്റിപ്പറ്റി നിന്നതും ഒക്കെ. അപ്പം വലിയ വലിയ റോളുകളിലേക്ക് ഞാൻ എത്തുന്നും തിരിച്ചറിയ അങ്ങനെ ഒരു ഇത് തുടക്കകാലത്ത് തോന്നിയിരുന്നോ? എനിക്ക് അന്ന് അന്യമല്ലാതെ തോന്നിയത് നാടകമായിരുന്നു. അതൊരു കൊതിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനം നടക്കും, അതങ്ങനെ പോവും. പിന്നെ മനസ്സിലുണ്ടായിരുന്നു വയസ്സായാലെങ്കിലും ഞാൻ സിനിമാ നടനാവും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് കിട്ടിയെന്നേ ഉള്ളൂ. ശരി. അത് വയസ്സാവുന്ന കാത്തിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് കുറച്ച് പൈസ ഉണ്ടാക്കണം, ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വയസ്സാകുമ്പോൾ നമുക്ക് സിനിമ ഉണ്ടാക്കാം, സ്വന്തം ചെയ്തിട്ട് അഭിനയിക്കാം. പക്ഷെ അത് വേണ്ടി വന്നില്ല അല്ലേ? പുസ്തകത്തിനകത്ത് കണ്ടതാണ്, അഭിനയിക്കാൻ ഭയങ്കര മോഹമായിരുന്നു, പക്ഷെ ശരീരവും നിറവും ഒക്കെ അതിന് യോജിക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ പ്രയത്നങ്ങൾ നടത്തി ഇതൊക്കെ വായിച്ചു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അതായത് ഈ നിറവും ഈ ശരീരവും വെച്ചിട്ട് തന്നെ മലയാള സിനിമയിൽ ഒരു വലിയ നടൻ എന്നുള്ള സ്ഥാനം നേടിയെടുത്തു എന്ന് മാത്രമല്ല, ഇന്നിപ്പം ദേശീയ അവാർഡ് ജൂറിയുടെ പരാമർശം കിട്ടി, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. എന്ത് തോന്നുന്നു? അഭിനയിക്കാൻ ഇതൊന്നും ഒരു ആവശ്യമേ അല്ല എന്നുള്ളത് സത്യത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ദ്രൻസ് എന്ന നടൻ. അതല്ല എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു പക്ഷേ ഈ ശരീരം മാറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൽക്കാൻ പറ്റൂലായിരുന്നിരിക്കും. അത് അങ്ങനെ ആയിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടതാ ഒന്ന്, അവിടെ നിൽക്കാൻ പറ്റിയത്. പിന്നെ ഉള്ള മാറ്റം നമ്മളെ ഉള്ളിൽ എനിക്ക് യോജിക്കത്തില്ല എന്ന് നമ്മൾ കരുതി വെച്ച കഥാപാത്രങ്ങളൊക്കെ യോജിപ്പിച്ച് കുറേ കാലമായില്ലേ, കുറേ വർഷമായില്ലേ. അപ്പം നമ്മൾ ഈ കാലം എൻ്റെ ശരീരത്തിൽ ഇച്ചിരിയൊക്കെ മാംസമൊക്കെ വന്നു, പിന്നെ ശബ്ദം മാറി, നമ്മൾ കാഴ്ചപ്പാടും അറിവുമൊക്കെ മാറുന്നതനുസരിച്ച് ഒരു പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്ന കഥാപാത്രങ്ങൾ എവിടേക്കേ കിടപ്പുണ്ടാവും മനസ്സിൽ. കുറേ കഴിയുമ്പോഴത്തേക്ക് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും തോന്നുന്നു. ആളുകളിലെ ഭയങ്കര അപകർഷതാബോധമാണല്ലോ അവനവൻ്റെ ശരീരവും നിറവും ഒക്കെ കാരണം അഭിനയ മോഹം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും മടിച്ചു നിൽക്കുകയാണ്. അതല്ല എന്ന് പ്രഖ്യാപിച്ചൊരു നടനാണ് ഇന്ദ്രൻസ്. ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചത്. എങ്ങനെയോ സംഭവിച്ചാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്, ഒരു നടനോ നടിയോ എന്നൊക്കെ പറയുമ്പോഴേ അത് അങ്ങനെ നിൽക്കുന്നു. അത് നമ്മളെ മനസ്സിലും ഉണ്ട്. നമുക്ക് നിറം നോക്കി നമ്മൾ ആരാധിക്കുന്ന നടീ നടന്മാരൊക്കെ അങ്ങനെയുള്ളതല്ലേ. അപ്പം പിന്നെ പുറത്ത് പറയാൻ തന്നെ വിഷമം തോന്നും, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പൊതുവേ ഉള്ളതാണ്. അത് എങ്ങനെയോ എവിടെയോ എന്തോ ഒരു ഗുരുത്വം കൊണ്ട് കുറച്ചൊക്കെ, എന്നാലും എല്ലാ കഥാപാത്രത്തിനും ഇണങ്ങുന്നതല്ല എങ്കിൽ പോലും ഇപ്പോഴെന്ത് തോന്നുന്നു? ഇനി എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. ഇതേപോലെ തന്നെ കുറെ കാലം കൂടെ മുമ്പോട്ട് പോയാൽ. കുറേ കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം ഏത് കഥാപാത്രത്തിനെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റി, ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളൊരു ഫീല് തന്നത് ഏത് കഥാപാത്രമായിരുന്നു? അതെനിക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റുന്ന, എനിക്ക് ധനം എന്നുള്ള സിനിമ മുതൽ നമ്മുടെ ചെറിയ ചേഷ്ടകളും ചെറിയ കാര്യങ്ങളും നമ്മൾ ഒതുക്കി ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അക്കാലം മുതലേ കാണുന്ന സിനിമകളോ സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അതേപോലെ. ഞാൻ ചെയ്ത കുറേ കോസ്റ്റ്യൂം ചെയ്തെങ്കിലും പത്മരാജ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഏതൊക്കെ പടം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനാകെ 1-2 സിനിമയുള്ളായിരുന്നു. അത് ഷാജി സാറി എന്നെ ക്യാമറ ചെയ്ത ഒരു പ്രിൻസിപ്പൾ എളിയിൽ എന്ന് പറഞ്ഞ പടവും സാറ് ഡയറക്റ്റ് ചെയ്ത പിറവിയായിരുന്നു. ഈ 2 പടമാണ് ശരിക്കും എനിക്കൊരു യോഗ്യത പോലെ സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കാൻ പറ്റിയത്. ഏത് കഥാപാത്രത്തിനെ കണ്ടപ്പോഴാണ് എനിക്കൊരു നടനാവാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ പറ്റിയല്ലോ എന്ന് തോന്നിയത് അക്കാലത്ത്? ഇപ്പോഴല്ല ഞാൻ ചോദിക്കുന്നത്. നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയ CD ഉണ്ണികൃഷ്ണൻ പോലെ തന്നെയാണ്. എനിക്ക് ഈ ശരീരം മതി, നമുക്കത് ചെയ്യാൻ പറ്റും, അതെന്നെ സഹായിക്കുന്നുണ്ട്, പകുതി എന്നെ സഹായിക്കുന്ന ശരീരമാണെന്നൊരു തിരിച്ചറിവ് വന്നത്
ആ സിനിമ തൊട്ടിട്ട്. അതിനുശേഷം പിന്നെ ഇനി ഞാൻ ശരീരം പീഡിപ്പിച്ചിട്ടില്ല. നന്നാക്കണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ? പിന്നെ ഞാൻ ശരീരത്തിന് പീഡിപ്പിച്ചിട്ടേ ഇല്ല. അക്കാലത്ത് സിനിമകൾ ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം തന്നെ 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നും, പിന്നെ ചില സമയത്ത് സിനിമ സൈറ്റിൽ വന്നിട്ട് ആളുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു, കാറിൽ ഒളിച്ചിട്ടൊക്കെയാണ് പിന്നെ അടുത്ത ഷൂട്ടിംഗ് സൈറ്റിലേക്കൊക്കെ പോയിണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമർ ആയതുകൊണ്ട് എല്ലാ മാനേജർമാർ ടെക്നീഷ്യന്മാരൊക്കെ നല്ല ഇതല്ലേ, കൂട്ടുകാരാ, അടുപ്പമുണ്ട് ഒരുപാട്. അപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ സിനിമകൾ കിട്ടുമ്പോഴത്തേക്ക് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ, മാനേജർ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ ആവാൻ പോകുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് അടുപ്പമുണ്ട്. എൻ്റെ അടുത്ത് അന്ന് വന്നിട്ട് സുരേന്ദ്രൻ 2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒഴിവാകാൻ പറ്റില്ല. എനിക്ക് നല്ലതാണ്, ഇഷ്ടമാണ്. അപ്പോൾ പോയി തുടങ്ങും. പക്ഷെ അത് വേറൊരാളുടെ ഡേറ്റ് ആവൂല. പക്ഷെ ഇത് ആരെങ്കിലും ഒരാൾ തെറ്റുമ്പോൾ എല്ലാം കുഴയില്ലേ. പിന്നെ ആരും ചേട്ടാ നമ്മളെ ഡേറ്റ് അല്ലേ, അല്ലെങ്കിൽ നീ സുരേന്ദ്രൻ എന്തോ കാണിക്കുന്നത്, ഇന്ന് ഇവിടെയല്ലേ ഒരാളാ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വിശപ്പും വെള്ളം ദാഹവും കക്കൂസൊന്നും ഇറങ്ങാൻ പറ്റൂല, അത്ര വെപ്രാളമായി പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒളിച്ചിരിക്കും. എന്നാലും ഇച്ചിരി അറിയാവുന്നുള്ളൊരു പതുക്കെ പൊക്കിക്കൊണ്ട് പോകും. ആലോചിച്ച് നോക്കൂ, അഭിനയിക്കാൻ അവസരം കിട്ടുമോന്ന് നനച്ചിരുന്ന ഒരു സമയത്ത് ആളുകൾ പൊക്കിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുമാതിരി പരിഹാസം, ദൈവം ഒരുമാതിരി കളിയാക്കും പോലെ അങ്ങനെ ആയി. ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ എനിക്കൊരു ഗൗരവമുള്ള കഥാപാത്രം കിട്ടണം, അത് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിരുന്നോ എപ്പോഴെങ്കിലും? ആഗ്രഹമല്ല, അത് ഭയങ്കര ആർത്തിയായിരുന്നു. അത് കിട്ടൂല എന്നുള്ള തന്നെയാ, കിട്ടൂല, അത് കിട്ടൂല, അതെനിക്ക് വിധിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ നമുക്ക് തോന്നും. തിലകൻ ചേട്ടൻ ആ സമയത്ത് എന്തോ നമ്മൾ തുടങ്ങുമ്പോൾ കൊട്ടാരക്കര അല്ലെങ്കിൽ തിക്കുറിശി സാറ് അങ്ങനെ വമ്പന്മാരാണ്. പിന്നെ PG ആൻ്റണി പോലുള്ള ശക്തന്മാരാണ് ഈ പറഞ്ഞ കണക്ക് ഇത്തിരി നായകൻ നിര കഴിഞ്ഞാലുള്ള കഥാപാത്രങ്ങൾ ബഹദൂറൊക്കെ ചില പടങ്ങളിൽ. അപ്പം ഞാൻ ഈ ഹാസ്യമൊക്കെ ചെയ്യുന്നത് ഹാസ്യം തന്നെ എൻ്റെ ശരീരത്തിന് ഇണങ്ങുന്നുള്ളൂ എന്ന് നല്ല ഇണങ്ങോളൂ എന്നറിയാം. അപ്പം അതിനെ തന്നെ ഞാൻ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ നിരന്തരമായിട്ട്. അതിനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ കണ്ണാടിയിലൊക്കെ നോക്കി ഒരുപാട് തിരിച്ചു മറിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി നിൽക്കുമല്ലേ. അപ്പം ഈ ക്യാരക്ടർ നമുക്കൊരു ഓരോ അങ്ങനെയുള്ള പടം കാണുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ കഥാപാത്രം കണ്ടാലോ, അല്ലെങ്കിൽ ചില ഹിന്ദി പടം അമിതാഭ് ബച്ചൻ പോലുള്ളവരൊക്കെ സിനിമ ഉണ്ടല്ലോ, നമ്മൾ അതുപോലെ അങ്ങ് അഭിനയിക്കും. നമ്മൾ ഒറ്റയ്ക്കെങ്കിലും ഒക്കെ അത് വിധിച്ചിട്ടില്ല എന്നേ വിചാരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത്രയും കാലത്തിൻ്റെ ഒരു മാറ്റം വരുത്തി തന്നതാണ് എനിക്ക്. ഈ ശരീരമാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രായമായപ്പോഴെങ്കിലും ഞാൻ കുറച്ചുകൂടെ നേരത്തെയൊക്കെ ജനിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ, വൈകി പോയല്ലോ പ്രായം എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്ക് വലിയ കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഥാവശേഷനില് സ്വഭാവ നടനായിട്ട് വരുന്നു അല്ലേ? അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അതിന് തൊട്ട് മുമ്പ് തന്നെ നല്ല സീനൊക്കെയാണ്. ഇത്തിരി സ്വാതന്ത്ര്യമുള്ള ഡയറക്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലൈമാക്സിൽ ആരൊക്കെ നോക്കും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ക്ലൈമാക്സ് അല്ലേ, ഞാൻ വേണോ സാർ, നിൽക്കണോ, ഞാൻ വേണ്ടല്ലേ, അപ്പോൾ അസോസിയേഷനോട് ചോദിക്കല്ലേ, എന്നിട്ട് വേണ്ടല്ലോ അപ്പോഴും എന്ന് പറയും. കാരണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രെയിമിൽ നമ്മൾ തൊട്ട് മുമ്പ് തലകുത്തി മറിഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴും നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു ചലനം മതി അതിൻ്റെ ഒരു സീരിയസ്നെസ്, ഗൗരവം ചോർന്നു പോയത്. അത് ആ തിരിച്ചറിവും നമുക്കുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പം ഈ കഥാവശേഷൻ അല്ല ഒരു കഥാപാത്രം, ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാർ ചിരിക്കുമോ ഞാൻ കരഞ്ഞാൽ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. അത് ഭയങ്കര ധൈര്യം ഭയങ്കരമായിട്ട് അത് ചന്ദ്രൻ സാറിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലോട്ട് പറഞ്ഞു തരുന്ന രീതി. ആ കഥാപാത്രം എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്തുന്നത്? തിലകൻ ചേട്ടനൊക്കെ ഒരേ ഭയങ്കര സീരിയസ് അല്ലേ, ഈ ടൈമിംഗ് ആണ്, ഒരു താളമാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പൊ സീരിയസ് ആണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ ഒരു താളം അറിയാം. നമ്മൾ ചെയ്യുന്നതിൽ എവിടെ പെശകെന്നറിയാം, നെടുമുടി മേടിച്ചോട്ടെ ഇവരൊക്കെ ഒപ്പം നിൽക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു കണക്കുണ്ട്. പെട്ടെന്നേ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു ഒരു നിമിഷം രക്ഷപ്പെടാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ ബുദ്ധിയാ. അതത്ര ക്രൂരമായി പോകുന്നത്. കൈ ശരിയാകുമ്പോൾ കാല് ശരിയാവില്ല. ഇത് പിന്നെ ഒരു പരുവത്തിനൊക്കെ ആള് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയൊക്കെ വെച്ച് എന്നെ കൊണ്ട് കളിപ്പിച്ചെടുത്തു.